CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. GSTയുടെ പേരിൽ കടപരിശോധന പ്രതിഷേധവുമായി ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടുമെന്ന് വ്യാപാരികൾ. ധനമന്ത്രി TM തോമസ് ഐസക് ഇരുകൂട്ടരെയും അനുനയിപ്പിക്കുവാൻ ചേർന്ന ചർച്ച ഫലം കണ്ടില്ല. 87 രൂപയ്ക്ക് കോഴി വിൽക്കാനാവില്ല. സംസ്ഥാനത്തെ കോഴി കച്ചവടക്കാർ തിങ്കളാഴ്ച കടകൾ അടച്ച് പ്രതിഷേധം നടത്തി. സംസ്ഥാനം പെട്രോൾ ഡീസൽ ക്ഷാമത്തിൽ അകപ്പെടാൻ സാധ്യത. എണ്ണവില ദിവസേന മാറ്റുന്ന രീതിയിൽ സുതാര്യത വേണമെന്ന ആവശ്യം മുറുകെ പിടിച്ച് പമ്പുടമകൾ സ്റ്റോക്ക് എടുക്കുന്നത് നിർത്തിവെച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ 17 കൌൺസിലർമാർ ആവശ്യപ്പെട്ട് നടത്തിയ പ്രത്യേക കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചതിൽ പ്രതിപക്ഷ കൌൺസിലർമാരെ അറസ്റ്റ് ചെയ്തതിനാലാണ് പ്രത്യേക കൌൺസിൽ യോഗം ചേർന്നത്. GSTയുടെ പേരിലുള്ള കടപരിശോധനയിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടും. ഇരുകൂട്ടരെയും അനുനയിപ്പിക്കുവാൻ ധനമന്ത്രി TM തോമസ് ഐസക് നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ധനമന്ത്രി തോമസ് ഐസക്കുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ ഞായറാഴ്ച നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് GST നടപ്പാക്കുന്നത് 3 മാസത്തേക്ക് നിർത്തിവെക്കണമെന്നായിരുന്നു വ്യാപാരികളുടെ പ്രധാന ആവശ്യം. സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ, ജനറൽ സെക്രട്ടറി രാജൻ അപ്സര, V സബിൽ രാജ്, ജേക്കബ് ജോൺ എന്നിവരാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ പ്രതിനിധാനം ചെയ്ത് ചർച്ചയിൽ പങ്കെടുത്തത്. എന്നാൽ വ്യാപാരികളുടെ ആവശ്യം ധനമന്ത്രി തള്ളി. വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കും. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമയം നൽകും. MRPയിൽ നിന്ന് അധിക വില ഈടാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സമരത്തിൽ നിന്നും പിന്മാറണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സമരവുമായി മുന്നോട്ടു പോകാനുമാണ് വ്യാപാരികളുടെ തീരുമാനം. എന്നാൽ വ്യാപാരികളുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടെന്നും സമരത്തെ കർശനമായി നേരിടാനുമാണ് സർക്കാരിന്റെ തീരുമാനം. പെരിന്തൽമണ്ണ, ചെർപ്പുളശ്ശേരി, മണ്ണാർക്കാട്, തൂത ഭാഗങ്ങളിലും വ്യാപാരികൾ ചൊവ്വാഴ്ച കടകളടച്ച് സമരം നടത്തും. ന്യൂസ് ഡെസ്ക് CCN ന്യൂസ്. ധനമന്ത്രിയെ അനുസരിച്ച് 87 രൂപയ്ക്ക് കോഴി വിൽക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കോഴി കച്ചവടക്കാർ തിങ്കളാഴ്ച കച്ചവടക്കാർ കടകൾ അടച്ച് സമരം ചെയ്തു. കോഴിവില 87 രൂപയായി കുറയ്ക്കണമെന്നും കടകളിൽ MRPയിൽ കൂട്ടി വിൽക്കരുതെന്നും ധനമന്ത്രി ഉറച്ചു നിന്നതോടെയാണ് കോഴി വിൽപ്പനക്കാരുമായും വ്യാപാരികളുമായും നടത്തിയ ചർച്ചകൾ പൊളിഞ്ഞത്. ആലപ്പുഴ റെസ്റ്റ് ഹൌസിൽ കോഴി വ്യാപാരികൾ 2 മണിക്കൂറിലേറെ ചർച്ച നടത്തിയിട്ടും മന്ത്രിയെ ഒന്നും ബോധ്യപ്പെടുത്താനായില്ല. ഒരാഴ്ചയെങ്കിലും 87 രൂപയ്ക്ക് കോഴി വിറ്റിട്ട് ചർച്ച നടത്താമെന്ന നിലപാടിൽ മന്ത്രി ഉറച്ചു നിന്നു. GST വരുന്നതിന് മുൻപ് ഒരാഴ്ച കോഴിവില 103 രൂപയായിരുന്നു. GSTയിൽ 14.5% നികുതി കുറഞ്ഞിട്ടും വിലയിൽ മാറ്റമുണ്ടായില്ലെന്ന് മാത്രമല്ല കൂടുകയും ചെയ്തു. ഇത് അസംബന്ധമാണ്. നികുതി കുറഞ്ഞതിന്റെ നേട്ടം ഒരു ദിവസമെങ്കിലും നാട്ടുകാർക്ക് നൽകിയിരുന്നുവെങ്കിൽ സർക്കാർ ശക്തമായ നിലപാട് എടുക്കില്ലായിരുന്നു. 87 രൂപയ്ക്കല്ലെങ്കിൽ കോഴി വിൽക്കേണ്ടത് മന്ത്രി അറിയിച്ചു. 87 രൂപയാക്കിയാൽ കോഴി കൃഷിക്കാർക്ക് നഷ്ടമുണ്ടാകുമെന്നും സർക്കാർ പിടിവാശി തുടർന്നാൽ അന്യസംസ്ഥാന കോഴി കൃഷിക്കാർക്കും വ്യാപാരികൾക്കുമായിരിക്കും നേട്ടമെന്നും കേരള പോൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCN ന്യൂസ്. പമ്പുടമകൾ എണ്ണ കമ്പനികളിൽ നിന്ന് ഞായറാഴ്ച മുതൽ സ്റ്റോക്ക് എടുക്കുന്നത് നിർത്തുന്നതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ ക്ഷാമത്തിന് സാധ്യത. എണ്ണവില ദിവസേന മാറ്റുന്ന രീതിയിൽ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് പമ്പുടമകൾ സ്റ്റോക്ക് എടുക്കുന്നത് നിർത്തുന്നത്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ സ്റ്റോക്ക് എടുക്കാതിരിക്കുവാനും ചൊവ്വാഴ്ച പമ്പുകൾ അടച്ചിടാനുമാണ് പെട്രോളിയം ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. കോർഡിനേഷന് കീഴിലുള്ള 2200 പമ്പുകൾ സമരത്തിൽ പങ്കെടുക്കും. 1-2 ദിവസത്തേക്ക് മാത്രം സ്റ്റോക്ക് എടുക്കുന്ന പമ്പുകളിലാകും ക്ഷാമം അനുഭവപ്പെടുക. കേരളത്തിലെ നല്ലൊരു ശതമാനം പമ്പുകളും ഇക്കൂട്ടത്തിലാണ്. സമരത്തിന്റെ ആദ്യഘട്ടമെന്നോണം എണ്ണ കമ്പനികളിൽ നിന്ന് പ്രീമിയം ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം നിർത്തിയിരുന്നു. എണ്ണവില ദിവസേന നിശ്ചയിക്കുന്ന രീതി നടപ്പാക്കിയ ശേഷം പമ്പുകൾ നഷ്ടത്തിലായതായി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ R ശബരിനാഥ് പറഞ്ഞു. പ്രശ്നം കേന്ദ്ര പെട്രോളിയം മന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു. കമ്മീഷനിൽ മാറ്റം വരുത്തി ഇതിനുള്ള പരിഹാരം കാണാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് CCN ന്യൂസ്. GSTയിൽ നിന്നും ചെറുകിട കച്ചവടക്കാരെ ഒഴിവാക്കുക, GSTയുടെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരവും പ്രതിഷേധ പ്രകടനവും നടത്തി. ജൂലൈ 11 സിന്ദാബാദ്, ജൂലൈ 11 സിന്ദാബാദ്, കടയടപ്പ് സമരം സിന്ദാബാദ്, കടയടപ്പ് സമരം സിന്ദാബാദ്, കടയടപ്പ് സമരം
മാത്രമല്ല കേരള സംസ്ഥാനത്തും വളരെ ഐശ്വര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ വെല്ലുന്ന സംസ്ഥാനമായി കേരളം മാറും എന്ന് നമ്മുടെ ധനകാര്യമന്ത്രിയും ഒക്കെ തന്നെ പറയുകയുണ്ടായി. ഇന്ത്യ രാജ്യത്ത് നികുതി GST സംവിധാനം നടപ്പിലാക്കിയതിന്റെ 2ാം ദിവസം നമ്മുടെ കേരള ധനകാര്യമന്ത്രി പറഞ്ഞു 101 സാധനങ്ങളുടെ വില കുറയും. ഞങ്ങൾക്ക് വിരോധമില്ല. 101 സാധനങ്ങളുടെ വില കുറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപഭോക്താക്കളാണ്. കച്ചവടക്കാരും ഈ നാട്ടിലെ ജനങ്ങളാണ്. നാട്ടിലെ സാധനങ്ങൾക്ക് വില കുറയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ കച്ചവടക്കാരന് കൂടി കിട്ടും. ചെർപ്പുളശ്ശേരിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഒറ്റപ്പാലം കോൺഗ്രസ് ബൂത്ത് തല ഇന്ദിരാ ജന്മശതാബ്ദി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തോട്ടക്കരയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരാധിക്കുന്ന ഒരു വലിയ നേതാവിന്റെ ജന്മശതാബ്ദി ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തുക, ഇന്ദിരാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും ജനങ്ങളിൽ എത്തിക്കുക. 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സംഘടനാപരമായി ഓരോ പ്രദേശത്തെയും നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒരുമിച്ച് ചേരുക. ഒറ്റപ്പാലം 110-ാം നമ്പർ ബൂത്ത് ഇന്ദിരാ കുടുംബ സംഗമം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. പി ഹരീഷ് അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ, DCC സെക്രട്ടറി സത്യം പെരുമ്പറക്കോട് എന്നിവർ സംസാരിച്ചു. കള്ളുഷാപ്പുകൾ വ്യാപകമായി തുറന്നത് സഹോദരിമാരുടെ കണ്ണുനീരിനും കുടുംബ ഭദ്രത അലങ്കോലമായതിനും മൂലകാരണം മദ്യമാണെന്നും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് UDF നിയമം കൊണ്ടുവന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം മദ്യാലയമാക്കി മാറ്റാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCN ന്യൂസ്, ഒറ്റപ്പാലം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.